അറബിക് സ്വകാര്യ സർവകലാശാല വിഷയങ്ങളിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് അഭിപ്രായ ഭിന്നത രൂക്ഷം. സ്വകാര്യ സർവകലാശാല തുടങ്ങുന്നതിൽ അനുകൂല നിലപാടെന്ന് മുഖ്യമന്ത്രി, എതിർപ്പുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിൽ ഇപ്പോൾ അറബിക് സർവകലാശാല ആവശ്യമില്ലെന്ന് വി.ഡി. സതീശൻ. അറബിക് സർവകലാശാലയോടുള്ള എതിർപ്പിന് കാരണം സങ്കുചിത ചിന്തയെന്ന് മുസ്ലിം ലീഗ് മുഖപത്രം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കണമെന്ന സർക്കാർ നിലപാടിനെ പിന്തുണച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിലപാട് വ്യക്തമാക്കി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. സർക്കാരുമായി സഹകരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും കമ്മീഷൻ. കേസ് നാളെ പരിഗണിക്കും. തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം. ഉത്തരേന്ത്യയിൽ ഭാഗികം. ബാങ്കിംഗ്, ഇൻഷുറൻസ്, ഉൽപാദന മേഖലകളെ ബാധിച്ചു. കൊൽക്കത്തയിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ആദ്യ ഹജ്ജ് സംഘം മക്കയിലെത്തി. ഹജ്ജ് കമ്മിറ്റി വഴി ഇത്തവണ പോകുന്നത് 6375 തീർത്ഥാടകർ. ഹജ്ജ് ക്യാമ്പിന് നെടുമ്പാശ്ശേരിയിൽ തുടക്കമായി. സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കുന്നതിനെ അനുകൂലിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കേരളം ഒഴികെ എല്ലാ സംസ്ഥാനങ്ങളിലും സ്വകാര്യ സർവകലാശാലകളുണ്ട്. പൊതുവിദ്യാഭ്യാസ മേഖലയെ തളർത്താനല്ല സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങുന്നത് എന്നും മന്ത്രിസഭായോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മുഖ്യമന്ത്രിക്ക് കൈമാറി. അതേസമയം സ്വകാര്യ സർവകലാശാല തുടങ്ങുന്നതിൽ വിദ്യാഭ്യാസ മന്ത്രി വീണ്ടും അതൃപ്തി അറിയിച്ചു. സ്വകാര്യ സർവകലാശാലകൾ സംബന്ധിച്ച റിപ്പോർട്ട് ഘടകകക്ഷികളുമായും വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായും അധ്യാപകരുമായും വിദ്യാർത്ഥികളുമായും ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അന്തർദേശീയ ഹബ്ബായി കേരളത്തെ മാറ്റണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത്. സ്വകാര്യ സർവകലാശാല പൊതുവിദ്യാഭ്യാസ മേഖലയെ തളർത്തുന്നതല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സ്വകാര്യ യൂണിവേഴ്സിറ്റികളുണ്ട്. 207 പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഈ ഗവൺമെന്റ് വന്നിട്ട് സ്വകാര്യ മേഖലയിൽ 3 കോളേജ് അനുവദിച്ചത്. ബാക്കി 22 കോളേജ് അനുവദിച്ചത് മുഴുവനും പൊതുമേഖലയിലാണ്. അതേസമയം സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുമതി നൽകുന്നതിൽ വിദ്യാഭ്യാസ മന്ത്രി അതൃപ്തി രേഖപ്പെടുത്തി. വ്യക്തിപരമായി യോജിപ്പില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ചു. ഇക്കാര്യത്തിൽ സർക്കാർ നയപരമായ തീരുമാനം കൈക്കൊണ്ടതിന് ശേഷം മാത്രമേ റിപ്പോർട്ട് പരിഗണിക്കേണ്ടതുള്ളൂവെന്ന നിലപാടാണ് വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ചത്. അല്ല, ഞാനതൊന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്നും ഞാനത് പറഞ്ഞു. വ്യക്തിപരമായി ഈ പ്രിൻസിപ്പലിനോട് എനിക്ക് യോജിപ്പില്ല എന്ന്. പക്ഷേ വ്യക്തിപരമായ കാര്യമല്ലല്ലോ ഗവൺമെന്റിൽ നടക്കേണ്ടത്. അതിനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ എല്ലാ തലങ്ങളിലുമുള്ള ചർച്ച കഴിഞ്ഞ് ഒരു ഫൈനൽ തീരുമാനം അന്ന് എടുക്കും. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ ചെയർമാനായിട്ടും സ്വകാര്യ സർവകലാശാലയെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതിയെ വെച്ച കാര്യം അറിയിച്ചില്ലെന്ന വിമർശനം വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ ഉന്നയിച്ചിരുന്നു. ഇന്ന് രാവിലെ ക്ലിഫ് ഹൌസിലെത്തിയാണ് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ അംഗങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും സ്വകാര്യ സർവകലാശാല സംബന്ധിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട് കൈമാറിയത്. മീഡിയ 1 തിരുവനന്തപുരം. കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് പി.എം. സുരേഷ് ബാബു, MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ എന്നിവർ എനിക്കൊപ്പം ന്യൂസ് ഫ്ലോറിലുണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ. മുസ്ലിം ലീഗ് നേതാവ് ശ്രീ P.K. ഫിറോസ് തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ, SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീ V. ശിവദാസൻ കണ്ണൂർ സ്റ്റുഡിയോയിലുമായി ചർച്ചയിൽ പങ്കെടുക്കുന്നു. SIOയുടെ സംസ്ഥാന പ്രസിഡന്റ് നഹാസ് മാളയെ ടെലഫോണിലും ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ P.K. ഫിറോസ്, വ്യക്തിപരമാണ് എതിർപ്പ് എന്ന് ആണ് അബ്ദുറബ്ബ് പറയുന്നതെങ്കിലും അത് സ്വാഭാവികമായും പാർട്ടിയുടെ തന്നെ എതിർപ്പാകുമല്ലോ. എന്തിലാണ് മുസ്ലിം ലീഗിന് എതിർപ്പുള്ളത്? സ്വകാര്യ സർവകലാശാല എന്ന പുതിയ വരുന്ന സംവിധാനത്തോടാകെ തന്നെയാണോ, അല്ലെങ്കിൽ അത് ആ സംവിധാനം വരുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിനോട് ആലോചിച്ചില്ല എന്ന കാര്യത്തിലാണോ തർക്കവും അഭിപ്രായ വ്യത്യാസവും ഉള്ളത്? അല്ല, സ്വകാര്യ സർവകലാശാല എന്ന ആശയത്തോട് പൂർണ്ണമായും മുസ്ലിം ലീഗിന് വിയോജിപ്പില്ല. അങ്ങനെ പാർട്ടി എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയുമായി ആലോചിച്ചില്ല എന്നുള്ളത് അത് UDF-നകത്തുള്ളൊരു പ്രശ്നമാണ്. അത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. സ്വകാര്യ സർവകലാശാല വന്നാൽ ഉണ്ടാകുന്ന ഗുണദോഷങ്ങളിൽ ഒരിക്കലും ഇത് ബാധകവുമല്ല. എന്നാൽ നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തുള്ള 16 സർവകലാശാലകൾ ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ വളരെ പിറകിലാണ്. ആദ്യത്തെ 250 റാങ്കിങ്ങിൽ എവിടെയും കേരളത്തിലെ 16 സർവകലാശാലകളും ഇല്ല. അപ്പോൾ ഈ സർവകലാശാലകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് പകരം പുതിയ പ്രൈവറ്റ് സർവകലാശാലകൾ വന്നാൽ അത് പരിഹാരമാണ് എന്ന വിശ്വാസം മുസ്ലിം ലീഗിനില്ല. അപ്പോൾ മാത്രമല്ല, മറ്റൊന്ന്, നമ്മുടെ സംസ്ഥാനത്ത് സെൽഫ് ഫിനാൻസ് കോളേജുകൾ നിലവിലുണ്ട്. അത് സ്വകാര്യ മേഖലയിലാണ്. സ്വകാര്യ മേഖലയിലെ കോളേജുകൾ എടുത്ത് പരിശോധിച്ചാൽ ഇപ്പം സമീപകാലത്താണ് കേരള ഹൈക്കോടതിയുടെ ഒരു വിധി വന്നത്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ 30% താഴെ വിജയ ശതമാനമില്ലാത്ത കോളേജുകൾ അടച്ചുപൂട്ടണം എന്ന ഒരു കോടതി വിധി പോലും സമീപകാലത്ത് ഉയർന്നു വരികയുണ്ടായി. മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥി സംഘടനകളും അക്കാഡമിഷ്യൻസും ഒക്കെ പല ആശങ്കകളും സ്വകാര്യ സർവകലാശാലകളുമായി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ മുസ്ലിം ലീഗ് പറയുന്നത് ഈ ആശങ്കകളൊക്കെ UDF തലത്തിൽ വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്നതിന് പകരം
ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ നൽകിയ ഒരു ഫീസിബിൾ സ്റ്റഡി മാത്രം ആധാരമാക്കി സർക്കാർ ഒരു നയപരമായ തീരുമാനമെടുക്കുന്നത് ശരിയല്ല. ഇത് UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു പോളിസി ഡിസിഷനാണ്, നയപരമായ തീരുമാനമാണ്. ആ നയപരമായ തീരുമാനം എടുക്കുന്നതിന് മുമ്പായി ബന്ധപ്പെട്ട എല്ലാ വിഭാഗം ആളുകളുമായി വിശദമായ ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ ഒരു തീരുമാനമെടുക്കാൻ പാടുള്ളൂ എന്ന സുചിന്തിതമായ അഭിപ്രായമാണ് മുസ്ലിം ലീഗ് രേഖപ്പെടുത്തിയത്. ആ അഭിപ്രായം തന്നെയാണ് ഈ ചർച്ചയിലും എനിക്ക് പങ്കുവെക്കാനുള്ളത്. തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ വി ശിവദാസൻ, ബംഗാളിൽ 6 ത്രിപുരയിൽ 2 അടക്കം രാജ്യത്തൊട്ടാകെ തന്നെ സ്വകാര്യ സർവകലാശാലകൾ വളരെ വർഷങ്ങളായിട്ടുണ്ട്. 216 216ഓളം സ്വകാര്യ സർവകലാശാലകളുണ്ട്. കേരളത്തിലും കൂടെ അത് വരുന്നതിൽ ഒരു തരത്തിലുള്ള എതിർപ്പിനും സാങ്കത്യമില്ല എന്നുകൂടെ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. SFI ഇടത് വിദ്യാർത്ഥി സംഘടനകളാകെ ഇതിനെ എതിർക്കുന്നുണ്ടോ? സ്വകാര്യ സർവകലാശാല എന്ന ആശയത്തെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണത്? രാജ്യത്ത് നിലവിൽ 213 സ്വകാര്യ സർവകലാശാലകളാണ് പ്രവർത്തിക്കുന്നത്. ഈ സ്വകാര്യ സർവകലാശാലകളുടെ സ്വഭാവം, പ്രവർത്തിക്കുന്ന രീതി ഇത് ഏറെയേറെ വിമർശനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയ്യുന്നത് പൊതു സർവകലാശാലകളെ പ്രൊമോട്ട് ചെയ്യാൻ, അവയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇടപെടൽ നടത്തുന്നതിന് പകരം സ്വകാര്യ സർവകലാശാലകളുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുകയാണ് TP ശ്രീനിവാസന്റെ നേതൃത്വത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് GER ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടത് സ്വകാര്യ സർവകലാശാലകളാണ്. കൂടുതൽ സ്വകാര്യ സർവകലാശാലകൾ വന്നാൽ കൂടുതൽ അവസരങ്ങൾ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ GER ഉള്ളത്, വിദ്യാർത്ഥി പ്രവേശന അനുപാതത്തിൽ ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്നത്, ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ കടന്നു വരുന്നത് കേരളത്തിലാണ്. രാജസ്ഥാനിൽ 40 സ്വകാര്യ സർവകലാശാലകളുണ്ട്. അവിടെ GER ഏറെ പുറകിലാണ്. എന്നാൽ കേരളം ഇതെങ്ങനെയാണ് ആർജിച്ചതെന്ന് TP ശ്രീനിവാസൻ നേതൃത്വം നൽകുന്ന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ആലോചിക്കേണ്ടതുണ്ട്. നിർദ്ദേശങ്ങൾ സമർപ്പിക്കുമ്പോൾ ഇന്നലകളിലെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ തന്നെ ചർച്ചകൾ, റിപ്പോർട്ടുകൾ അദ്ദേഹവും ആ കൗൺസിലിലെ മറ്റംഗങ്ങളും പരിശോധിക്കുന്നത് ഉചിതമാകുമെന്നാണ് ഞങ്ങൾക്ക് ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ സ്വകാര്യ സർവകലാശാലകൾ എന്നുള്ളത് കൊണ്ട് ഇവരുദ്ദേശിക്കുന്നത് കോർപ്പറേറ്റുകളെ ക്ഷണിച്ചുകൊണ്ടുവന്ന് ആ കോർപ്പറേറ്റുകൾക്ക് വിദ്യാഭ്യാസ കച്ചവടം നടത്തുന്നതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ വ്യക്തവുമാണ്. ഒരു കാരണവശാലും അനുവദിക്കപ്പെടാൻ പാടില്ലാത്ത ഒന്നാണ്. വിദ്യാഭ്യാസം എന്നുള്ളത് വിമോചനത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമായാണ് വിദ്യാഭ്യാസ വിചക്ഷണന്മാരായിട്ടുള്ള ആളുകളെല്ലാം ഇന്നലകളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും, സുപ്രീം കോടതി 2003 നടത്തിയിട്ടുള്ള വിധി പ്രഖ്യാപനം. അതിനകത്ത് 103 സർവകലാശാലകളാണ് ഛത്തീസ്ഗഡിൽ വ്യാജ സർവകലാശാലകളായി പ്രഖ്യാപിക്കപ്പെട്ടത്. അത്യന്തം ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധി വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണ്. വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളെ കുറിച്ചാണ് ഇന്നലകളിൽ ചർച്ച ചെയ്തതെങ്കിൽ ഇന്ന് വ്യാജ സർവകലാശാലകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിലേക്ക് നില എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യ സർവകലാശാലകൾ എന്നുള്ള ആശയം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ ചർച്ചകൾക്കകത്ത്, ഒരു വിദ്യാഭ്യാസ മേഖലയുടെ മുന്നോട്ട് പോക്കിന് ഒരു കറുത്ത ഏടായി മാറും. മൂലധനം നീക്കിവെക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ ഇല്ലെന്നാണ് മറ്റൊരു വാദം വരുന്നത്. അത് സംബന്ധിച്ചും നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. 80കളിൽ 37% ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി ബജറ്റ് വിഹിതമായി നീക്കിവച്ചിരുന്നു. എന്നാൽ 2015 എത്തി നോക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി നീക്കിവച്ചിട്ടുള്ള തുക എന്ന് പറയുന്നത് 18.5%. എങ്ങോട്ടാണ് നാടിന്റെ കാശ് പോകുന്നത്? തിരിച്ചുവരാം ശ്രീ ശിവദാസൻ, താങ്കളിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ ഫസൽ ഗഫൂർ, എതിർക്കപ്പെടേണ്ടതാണോ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണോ? ഏതാണ് സ്വകാര്യ സർവകലാശാല? ഞാനൊരു സത്യം പറയാം. ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. അതെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു സർവകലാശാല കൊടുക്കുകയാണെങ്കിൽ അതിൽ മുൻപന്തിയിലുണ്ടാകുന്ന MESൻ്റെ പേരാണ്. കാരണം ഏറ്റവും അധികം സ്വയാശ്രയ കോളേജുകൾ നടത്തുന്നത് കേരളത്തിലെ MES 31 കോളേജുണ്ട്. അപ്പോൾ നാച്ചുറലി ഓട്ടോണോമസ് കോളേജ് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ അതിനൊന്ന് മാറ്റി വെക്കണം, ഡിസ്കഷനിൽ കൊണ്ടുവരുന്നില്ല. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ളത്. അതല്ലാതെ ഞാൻ ആ ഡിസ്കഷനിലോട്ട് വരാം. യഥാർത്ഥത്തിൽ ഒറ്റ ചോദ്യമുള്ളൂ, ഇതെങ്ങനെയാണ് ഇത് വരുന്നത്? മുഖ്യമന്ത്രിയുടെ നമ്മുടെ തൃശ്ശൂർ അതിരൂപതയുടെ ഒരു റിക്വസ്റ്റ്, ഉടനെ മുഖ്യമന്ത്രിയുടെ ഒരു നോട്ട്, മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് നേരിട്ട് നോട്ട് കൊടുക്കുകയാണ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഇത് അറിയിക്കുന്നില്ല വിദ്യാഭ്യാസ മന്ത്രിയെ, ഇല്ലല്ലോ, അറിയിച്ചിട്ടില്ലല്ലോ. ഇവരിവിടെ ഇതൊക്കെ കൂടെ കൂടിയിട്ട് ഇവർ ഉടനെ തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ആ ഡ്രാഫ്റ്റ് അങ്ങോട്ട് പ്രിപ്പയർ ചെയ്യണം, ഇൻക്ലൂഡിങ് എങ്ങനെയാണ് ഇത് സെറ്റപ്പ് ചെയ്യേണ്ടത്, ഇതിൻ്റെ സ്റ്റാറ്റ്യൂട്ട്സ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ. എന്നിട്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ നോമിനി ആയിട്ടുള്ളതും MESകാരനുമായിട്ടുള്ള അൻവറാണ് അതിൻ്റെ സെക്രട്ടറി. അവർ പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ട് ഇവർ അനൗൺസ് ചെയ്യണം.
അപ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതുകൊണ്ടുള്ള വിദ്യാഭ്യാസ മന്ത്രിയെ എതിർത്ത് ഞാൻ അതിനോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയെ മറച്ചു വെച്ചുകൊണ്ട് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടക്കുന്നു, അപ്പോൾ അതിലൊരു ദുരുദ്ദേശമില്ലേ എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ അത് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ അമിറ്റി സർവകലാശാല അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ പല സർവകലാശാലയും പലയിടത്തും അപ്ലൈ ചെയ്യും. അതിനനുസരിച്ചിട്ടൊന്നും ഗവൺമെൻറ് തുള്ളേണ്ട ആവശ്യമില്ല. ഒന്ന്. രണ്ടാമത് ഇപ്പോൾ തന്നെ ഉള്ളൂ ഓട്ടോണമസ് പ്രശ്നം പരിഹരിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഓട്ടോണമസ് കോളേജസിൻ്റെ കാര്യം പരിഹരിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. അവിടെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. വിദ്യാർത്ഥി സംഘടനകളായിട്ടും ഇതൊക്കെ ഇവർ കുറച്ചേറെ വിദ്യാർത്ഥി സംഘടനകൾ അതിൽ കോംപ്രമൈസ് ചെയ്തതാണ്. 2 SFI MSF ഉണ്ടല്ലോ. അപ്പോൾ ഇത് ചാടിക്കേറി ഈ സംഭവം എടുത്തിട്ടിരിക്കുന്നത് ഏതായാലും ഞാനിതൊരു താക്കീതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നു. എന്താണ് താക്കീതെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ മര്യാദക്കല്ല ഇത് കൊടുത്തതെന്നില്ലെങ്കിൽ ഞങ്ങളൊക്കെ കോടതി ചാലഞ്ച് ചെയ്യും. ഞങ്ങൾക്കിത് വേണ്ട. അല്ലേ? യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് വേണ്ട. ഹർദിക് പട്ടേലിൻ്റെ മാതിരിയാണ് ഇല്ല, എനിക്ക് കിട്ടിയില്ല ആർക്കും വേണ്ട. ഈ പോളിസിയാണ് ഞങ്ങൾ എടുക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക്. കേരളത്തിൽ ഞാൻ ശിവദാസൻ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാം. എന്തുകൊണ്ട് ഗവൺമെൻറ് കേരളത്തിലെ എയ്ഡഡ് മേഖല, അതായത് ഗവൺമെൻറ് സെക്ടർ, ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾ, നമ്മളെല്ലാം അതിൻ്റെ ആൽമാ മാറ്ററല്ലേ, നമ്മൾ അവിടെ നിന്ന് പഠിച്ചു വന്ന ആൾക്കാരല്ലേ, അതിനെ നന്നാക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ചർച്ചയിലും ഇവരില്ല. ഇവർ ആദ്യം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് എല്ലാവരും ഉണ്ട്, ഇന്ന പാർട്ടി എന്നൊന്നുമില്ല, എന്ത് പറഞ്ഞിട്ട് ഇവർ സ്വയാശ്രയ ഭൂതത്തെ തുറന്നു വിട്ടു. പിന്നെ ഇപ്പോൾ ഓട്ടോണമസ് ഭൂതത്തിനെ തുറന്നു വിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ സർവകലാശാലേനെ തുറന്നുവിടാൻ പോകണം, പ്രൈവറ്റ് സർവകലാശാല. പക്ഷേ നെറ്റ് റിസൾട്ട് എന്താ ഉണ്ടായിട്ടുള്ളത്? ഇവിടെ എന്താ ഉണ്ടായിട്ടുള്ളത്? വിദ്യാഭ്യാസ രംഗം ഒറ്റ ചോദ്യം കൊണ്ട് മാത്രം പറയാം. അവസാനം 50,000 സീറ്റ് വേക്കൻ്റാണ് എഞ്ചിനീയറിംഗിൽ മാത്രം 50,000 സീറ്റ് വേക്കൻ്റാണ്. എല്ലായിടത്തും വേക്കൻ്റാണ്, നഴ്സിംഗിന്, ഡെൻ്റലിന്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഒരു ആവശ്യകത പെട്ടെന്ന് ഒരു സർവകലാശാല? എന്താണ് ശ്രീ PM സുരേഷ് ബാബു ആവശ്യകത? എന്തുകൊണ്ടാണ് ഈ പറയുന്ന ദുരൂഹത ഉണ്ടായിരിക്കുന്നത്? 3 പേരും അതിൻ്റെ 3 വശങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞാനിതിനെ ഒരു വലിയ ഒരു ഗൗരവത്തോടു കൂടി കാണാനൊന്നും ഇപ്പോഴാഗ്രഹിക്കുന്നില്ല. കാരണം ഒരു നിവേദനം മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് വന്നു. ആ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് തരാൻ പറഞ്ഞു. ഇതൊരു റിപ്പോർട്ട് മാത്രമാണ്. ഇതിനകത്ത് ഒരു സാങ്ക്ടിറ്റി ഇല്ല. ഇത്തരം നയപരമായ കാര്യങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ വിളിച്ചോതുന്ന ഇത്തരം കാര്യങ്ങൾ ഒരു പ്രതലത്തിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു പ്രതലത്തിലും മുന്നണിക്കകത്ത് ചർച്ച ചെയ്തിട്ടില്ല, പാർട്ടിക്കകത്ത് ചർച്ച ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഭരണമുന്നണിയും ഭരണത്തിലിരിക്കുന്ന പാർട്ടികളും മാത്രം ചർച്ച ചെയ്താൽ പോരാ. കേരളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ചർച്ച ചെയ്ത് അവരുടെയും അഭിപ്രായം അറിയണം. അങ്ങനെ എല്ലാവരുടെയും സമന്വയത്തിലൂടെയുള്ള അഭിപ്രായ രൂപീകരണത്തിന് ശേഷം മാത്രമേ ഇത്തരമൊരു തീരുമാനങ്ങളിലേക്ക് വരികയുള്ളൂ. അഭിപ്രായങ്ങൾ പറയാൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന് അവകാശമുണ്ട്. അത് മുഖ്യമന്ത്രി ചോദിച്ചതിൻ്റെ വെളിച്ചത്തിൽ അവരത് അഭിപ്രായം പറഞ്ഞു, അതവിടെ കിടക്കും. ഇവിടെ UDF തന്നെ പ്രത്യേക ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. വിവാദമുണ്ടാക്കാവുന്ന ഒരു തീരുമാനങ്ങളും വരാനിരിക്കുന്ന 5-8 മാസക്കാലത്തെ ഭരണത്തിൻ്റെ ഇടയിൽ കൊണ്ടുവരേണ്ടതില്ല എന്നൊരു തീരുമാനമുണ്ട്. അപ്പോൾ ഇതൊരു വിവാദമുണ്ടാക്കാൻ പ്രാപ്തമായ ഒരു നിർദ്ദേശങ്ങളാണ്. അതുകൊണ്ട് അതൊന്നും ഭരണതലത്തിലേക്ക് വരികയില്ല. വിശദമായ ചർച്ചകൾ പാർട്ടിക്കകത്തും വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ കാര്യത്തിലും ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ തലത്തിലും ഒക്കെ ചർച്ച ചെയ്ത് മുന്നണി തലത്തിൽ ചർച്ച ചെയ്യും. കൃത്യമാണ്, താങ്കൾ ശരിയായ നിലപാടാണ് പറഞ്ഞത്. പക്ഷേ അപ്പോൾ മുഖ്യമന്ത്രി സ്വകാര്യ സർവകലാശാലകളോട് സംസ്ഥാന സർക്കാരിന് എതിർപ്പില്ല എന്ന് കൃത്യമായി മുറിച്ചു തന്നെ പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് അഭിപ്രായമല്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. ഒരു ചർച്ചകൾക്കും വിദഗ്ധരുമായും വിദ്യാർത്ഥികളോ അടക്കമുള്ള ആളുകളുമായിട്ടും ചർച്ച ചെയ്യാതെ ഈ പറയുന്ന 3 പേർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കെ തന്നെയും ഞങ്ങൾക്ക് എതിർപ്പില്ല എന്നൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയെ ബൈപ്പാസ് ചെയ്ത് പറയുന്നതിന് പിന്നിൽ എന്ത് കള്ളക്കളിയാണുള്ളത് എന്ന് ജനം സംശയിച്ചാൽ അവരോടുള്ള മറുപടി എന്താകും? അങ്ങനെ അതിനെ കാണാതിരിക്കുകയാണ് നമുക്കൊക്കെ നല്ലത്. ഇതിൻ്റെ ഒരു താത്വികപരമായ വശത്തിൽ കേരളത്തിൽ, ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന, ലോകരാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ഒരു സംവിധാനത്തിനോട് അത്തരം താത്വികമായ എതിർപ്പില്ല. പക്ഷേ നമുക്കറിയാമല്ലോ, നമ്മുടെ സോഷ്യൽ ഫാബ്രിക്, കേരള സംസ്ഥാനത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക് ഒരിക്കൽ പോലും മറ്റിതര സംസ്ഥാനങ്ങളോടോ മറ്റിതര രാജ്യങ്ങളോടോ അങ്ങനെ സിങ്ക്രണൈസ് ചെയ്ത് പോകുന്നതല്ല. എല്ലാ ചെറുതിനും രൂക്ഷമായ വിശകലനങ്ങൾ നടത്തുന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു അഭിപ്രായം പറഞ്ഞു, പാർട്ടി തലത്തിൽ അഭിപ്രായങ്ങൾ വരട്ടെ. SIOയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ നഹാസ് മാള, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ നഹാസ്, SIOയുടെ അഭിപ്രായം എന്താണ്? സ്വകാര്യ സർവകലാശാലകൾ എതിർക്കപ്പെടേണ്ടതാണോ? സ്വകാര്യ സർവകലാശാലകൾ എതിർക്കപ്പെടേണ്ടതാണോ എന്ന് പറയുന്ന ഒരു വിഷയത്തിലുപരിയായി ഇനിയൊരു വിഷയം, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയം വന്ന ഒരു സമയം വളരെ ദൗർഭാഗ്യകരമായ ഒന്നായി എന്നാണ് പറയാനുള്ളത്. കാരണം ഒരു വിലപേശലായി പോയി എന്ന് പോലും നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ അറബിക് സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഒരു തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ
പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയെ കൂടി വെച്ചുകൊടുത്ത് എന്തോ ചില ഒളിച്ചുകടത്തലുകളോ വിലപേശലുകളോ നടക്കുന്നുണ്ട് എന്ന് ന്യായമായും സംശയിക്കാൻ തക്ക രീതിയിലുള്ള ചില അരങ്ങേറ്റങ്ങളോ അതല്ലെങ്കിൽ ചില അണിയറയിലുള്ള കളികളൊക്കെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. കാരണം ഒരു അറബിക് സർവകലാശാലയാകാം എന്ന് വേണമെങ്കിൽ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു, ഒരു കമന്റ് പറഞ്ഞു. അതിൽ ഏതൊക്കെ ചില ഒളിച്ചുകടത്തലുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ളതും ഒരു നിവേദനം തന്റെ മുന്നിൽ വന്നു എന്നുള്ളതിനപ്പുറം ഒരു യൂണിവേഴ്സിറ്റിയെ എങ്ങനെ ഇവിടേക്ക് കൃത്യമായ പഠനങ്ങളില്ലാതെ ഇവിടെ കൊണ്ടുവരാം എന്നുള്ള ഒരു തിരിച്ചു വരാം നഹാസ് താങ്കളിലേക്ക്. ശ്രീ പി കെ ഫിറോസ്, അറബിക് സർവകലാശാല വിവാദവുമായൊക്കെ ചേർത്ത് വെക്കുന്നുണ്ട് നഹാസ് ഈ വിഷയത്തെ. അതിലേക്ക് താങ്കൾ പോകുന്നതിന് മുമ്പ് ഇതിപ്പോൾ ശ്രീ PM സുരേഷ് ബാബു പറയുന്നത് വേണ്ട രീതിയിലുള്ള ചർച്ചകളിലേക്ക് ഇനിയും പോകേണ്ടതാണ്. മുഖ്യമന്ത്രിയും അക്കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ചർച്ചകൾക്ക് ശേഷം മാത്രമേ ഈ കാര്യങ്ങൾ നടപ്പാക്കൂ എന്ന്. നിയമസഭയ്ക്കകത്ത് തന്നെ TV രാജേഷ് MLA ഇത് സംബന്ധിച്ചുള്ള ആക്ഷേപം ഉയർത്തുകയും ചർച്ചയാവുകയും ഒക്കെ ചെയ്തതാണ്. അന്ന് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബ് പ്രതിപക്ഷ ബെഞ്ചുകളിൽ നിന്ന് വലിയ തോതിലുള്ള ശകാരം ഏറ്റുവാങ്ങുകയും ചെയ്തു. നിങ്ങൾ അറിയാതെ എങ്ങനെയാണ് ഉന്നത വിദ്യാഭ്യാസ സമിതി ഇക്കാര്യം നടപ്പാക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുക എന്ന് പറഞ്ഞപ്പോൾ സ്വകാര്യ സർവകലാശാലകൾ സംബന്ധിച്ച് ഒരു തീരുമാനവും എടുത്തിട്ടില്ല, അങ്ങനെ ഒരു ആലോചനയേ ഇല്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഒഴിയുകയാണ് ചെയ്തത്. ഇന്ന് പക്ഷേ അദ്ദേഹം പൊതുജന സമക്ഷം പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് എതിർപ്പില്ല. ഇത്രമേൽ പ്രധാനപ്പെട്ടൊരു വിഷയത്തിൽ നിങ്ങളിപ്പോൾ 4 പേരും 5 പേരും സംസാരിച്ചതിന് ശേഷം വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് എന്ന് ഇക്കാര്യം ബോധ്യപ്പെടുത്തപ്പെട്ടല്ലോ നാട്ടുകാർക്ക് മുന്നിൽ. ഇത്രമേൽ പ്രധാനപ്പെട്ടൊരു വിഷയത്തിൽ ഖണ്ഡിതമായി ഞങ്ങൾക്ക് എതിർപ്പില്ല എന്നൊരു മുഖ്യമന്ത്രി പറയുന്നു. അക്കാര്യത്തിൽ എതിർപ്പുണ്ട് എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എവിടെയാണ് കാര്യങ്ങൾ ചീഞ്ഞു നാറുന്നത്? സനീഷ്, 2 കാര്യമാണ്. ഒന്ന്, ഇപ്പം ഈ സ്വകാര്യ സർവകലാശാലകൾ വേണമെന്ന് പറയുന്നവരുടെ പ്രധാനപ്പെട്ട വാദം GR കൂട്ടാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ കൂട്ടണം. ശരിയാണ്, ഇന്ത്യയിൽ 20% താഴെയാണ്. കേരളത്തിൽ പരിശോധിച്ചാൽ 20% അല്പം മുകളിലാണ്, എന്നാൽ 25% താഴെയാണ്. അപ്പോൾ GR കൂട്ടണമെങ്കിൽ കൂടുതൽ പഠനാവസരങ്ങൾ വേണം, അതും സത്യമാണ്. പഠനാവസരങ്ങൾ ഉണ്ടാവണമെങ്കിൽ പുതിയ സർവകലാശാലകൾ വേണം. ഈ പുതിയ സർവകലാശാലകൾ വേണം എന്ന് പറയുമ്പോൾ അത് സ്വകാര്യ മേഖലയിൽ തന്നെ വേണോ? വിദ്യാഭ്യാസ മന്ത്രി വ്യക്തിപരമായി അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറയുന്നതിന് അദ്ദേഹം മുസ്ലിം ലീഗിന്റെ മന്ത്രിയാണ്. മുസ്ലിം ലീഗിന് ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ അഭിപ്രായമുണ്ട്. കാര്യം കേരളത്തിലെ സർവകലാശാലയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ പൊതുമേഖലയിൽ വന്ന മുഴുവൻ സർവകലാശാലയുടെയും പിറകിൽ ചുക്കാൻ പിടിച്ചൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അത് കാലിക്കറ്റ് സർവകലാശാലയാവട്ടെ, കുസാറ്റ് ആവട്ടെ, മലയാളം സർവകലാശാലയാവട്ടെ, കണ്ണൂർ സർവകലാശാലയാവട്ടെ, സംസ്കൃത സർവകലാശാലയാവട്ടെ, കേരള യൂണിവേഴ്സിറ്റി ഒഴിച്ചു നിർത്തിയാൽ കേരളത്തിൽ രൂപീകരിച്ച മുഴുവൻ സർവകലാശാലകളിലും ചുക്കാൻ പിടിച്ചൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അപ്പോൾ ആ മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ മാറ്റി നിർത്തി ഒരു സർവകലാശാലയുടെ ചർച്ച നടത്താൻ കഴിയുമോ? ഒരു ആർച്ച് ബിഷപ്പിന്റെ ഒരു നിവേദനം വരുന്നു, മുഖ്യമന്ത്രി ഒരു റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു, ഉടനെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഒരു ഫീസിബിൾ സ്റ്റഡി നടത്തുന്നു. അതിന്റെ മുകളിൽ ഒരു തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യത്ത് അത് ഭൂഷണമാണോ? തീർച്ചയായും അല്ല, ഭൂഷണമല്ല ശ്രീ പി കെ ഫിറോസ്, അത് ഭൂഷണമല്ല. പക്ഷേ അതിന് ഇമ്മട്ടിലുള്ള പ്രതിഷേധം മതിയോ എന്ന് വെച്ചാൽ കേരള വിദ്യാഭ്യാസത്തിന് വലിയ തോതിലുള്ള മാന്യമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു നയപരമായിട്ടുള്ള ഒരു അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു തീരുമാനം മാറ്റം വരുന്ന സാഹചര്യത്തിൽ എനിക്ക് വ്യക്തിപരമായ എതിർപ്പുണ്ട് എന്ന് പാപം ശബ്ദത്തിൽ സംസാരിച്ചാൽ മാത്രം മതിയോ? അത് നിങ്ങൾക്ക് മേൽ ഈ വിദ്യാഭ്യാസ വകുപ്പ് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന, നിങ്ങളിൽ വിശ്വസിച്ചിരിക്കുന്ന ജനങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമാവുകയില്ലേ? ഞങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ ഇനി ഒരടി മുന്നോട്ട് പോകരുത് ഈ നിലപാടുമായി എന്ന് ഉറച്ച ശബ്ദത്തിൽ പറയാൻ നിങ്ങളുടെ പാർട്ടിക്കും മന്ത്രിക്കും സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുകൂടെ ചോദിക്കുകയില്ലേ ജനം? അല്ല, ആ ഘട്ടത്തിൽ എത്തിയില്ലല്ലോ സനീഷ്. ഇപ്പം നയപരമായ തീരുമാനം സർക്കാർ എടുത്തിട്ടില്ല. ഇപ്പോൾ ഒരു ചർച്ച നടത്തി, ഒരു സ്റ്റഡി റിപ്പോർട്ട്, ഒരു സാധ്യതാ പഠനം മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വന്നപ്പോൾ തന്നെ വിദ്യാഭ്യാസ മന്ത്രിക്ക് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തി. മുസ്ലിം ലീഗ് കാര്യത്തിൽ ഇങ്ങനെ ഒരു ആശയം തന്നെ പാടില്ല എന്ന നിലപാട് ഇതുവരെ എടുത്തിട്ടില്ല. UDF ഇക്കാര്യത്തിൽ നയപരമായ തീരുമാനം എടുക്കുന്നതിന് മുമ്പായി ഇപ്പം PM സുരേഷ് ബാബുവും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയൊക്കെ ഇക്കാര്യം തന്നെയാണ് പറഞ്ഞത്. വിശദമായ ചർച്ചകൾ നടക്കും. ലീഗും അത്രയേ ആവശ്യപ്പെട്ടുള്ളൂ. വിശദമായ ചർച്ചകൾ നടത്തുമ്പോൾ മുസ്ലിം ലീഗിന്റെ ആശങ്കകൾ അവിടെ അവതരിപ്പിക്കും. മുസ്ലിം ലീഗാണ് വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. തീർച്ചയായും ഈ ആശങ്കകളൊക്കെ പരിഹരിച്ചുകൊണ്ട് കേരളത്തിലെ GR ഉയർത്തണം, ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ വർദ്ധിപ്പിക്കണം, കൂടുതൽ പഠനാവസരങ്ങൾ ഉണ്ടാവണം. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട്, എന്നാൽ വിദ്യാർത്ഥി സംഘടനകളും അക്കാഡമീഷ്യൻസും ഒക്കെ ഉയർത്തിയ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും UDF ഗവൺമെന്റ് ഒരു നയപരമായ തീരുമാനമെടുക്കുക എന്ന ശുഭാപ്തി വിശ്വാസമുണ്ട്. ഈ ഗവൺമെന്റ് വന്നപ്പോൾ പോലും സനീഷ്, നമ്മളൊരു കാര്യം വ്യക്തമായി ഓർക്കണം. 22 സർക്കാർ കോളേജുകൾ കൊണ്ടുവന്ന
പൊതുമേഖലയിൽ VS അച്യുതാനന്ദന്റെ മണ്ഡലത്തിൽ പോലും, കോടിയേരി ബാലകൃഷ്ണന്റെ മണ്ഡലത്തിൽ പോലും സർക്കാർ കോളേജുകൾ കൊണ്ടുവന്ന ഒരു ഗവൺമെന്റാണ് UDF ഗവൺമെന്റ്. അത്രയേറെ പൊതുമേഖലയെ ശക്തിപ്പെടുത്തിയ ഒരു ഗവൺമെന്റ്, പ്രത്യേകിച്ച് പുതിയ സർവകലാശാലകൾ കൊണ്ടുവന്ന ഒരു ഗവൺമെന്റിന് നയപരമായ ഒരു തീരുമാനമെടുക്കുമ്പോൾ ജനങ്ങളുടെ താല്പര്യം കൂടി പരിശോധിക്കും. സനീഷ്, ഒറ്റ കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഈ പോളിസി റിപ്പോർട്ടിൽ സർവകലാശാലകൾക്ക് പൂർണ്ണമായ അധികാരം നൽകുന്നു. സെൽഫ് ഫിനാൻസ് കോളേജിൽ ഒരു കുട്ടി ഒരു യൂണിഫോമിന്റെ കളർ മാറിയാൽ ഫൈനാണ്. 500,000 ഉറുപ്പിയാണ് മാനേജ്മെന്റുകൾ ഫൈൻ ഈടാക്കുന്നത്. ഒരു മാനേജർ സ്വപ്നം കാണുന്നത് നാളെ ഒരു കുട്ടി വരുമ്പോൾ യൂണിഫോം ധരിക്കാതെ വരട്ടെ എന്നാണ്. കാരണം കൂടുതൽ പണം കിട്ടണമെന്നുള്ള താല്പര്യങ്ങളുള്ള മാനേജ്മെന്റുകളുള്ള ഒരു സംസ്ഥാനത്ത് പൂർണ്ണമായി സർവകലാശാലയിൽ കൊണ്ടുവന്നാൽ, പൂർണ്ണമായ അധികാരം നൽകിയാൽ ഈ നാട്ടിൽ എന്തൊക്കെ അനർത്ഥമുണ്ടാകുമെന്ന ആശങ്ക സ്വാഭാവികമാണ്. ശ്രീ ശിവദാസ്, ഞാൻ തിരിച്ചു വരാം. ശ്രീ ഫിറോസ്, ശ്രീ ശിവദാസൻ ആശങ്ക സ്വാഭാവികമാണ്. സ്വാശ്രയ കോളേജുകൾ എന്ന ഭൂതത്തെ തുറന്നുവിട്ടപ്പോൾ എന്തായി എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഡോക്ടർ ഫസൽ ഗഫൂർ, പിന്നീട് ഓട്ടോണമസ് കോളേജുകൾ വന്നു, ആ ഭൂതം തുറന്നുവിട്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്നാലും ശുഭാപ്തി വിശ്വാസികളായിരിക്കാം, ചർച്ചകൾ വേണം, സ്വകാര്യ സർവകലാശാലകൾ വേണ്ട എന്ന അടച്ച നിലപാട് ഞങ്ങൾക്കില്ല എന്ന് വഴങ്ങാൻ തയ്യാറായി ഇപ്പോൾ തന്നെ മുസ്ലിം ലീഗ് പറയുന്നുമുണ്ട്. പ്രതിഷേധത്തെ ആ നിലയ്ക്ക് കണ്ടാലും മതി. ആ കാര്യങ്ങൾ സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ ഉണ്ടാകുമെന്നത് ഇപ്പോൾ പ്രവചിക്കാൻ ധൈര്യപ്പെടുന്നത് അത്ര പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അത്രക്ക് റിസ്ക് പിടിച്ച സംഗതിയല്ല. അത് നമുക്ക് പ്രവചിക്കാവുന്ന കാര്യമാണ് എന്ന കാര്യത്തിൽ ഒരുപക്ഷെ സംശയമില്ല. പിന്നെയും എന്തിനാണ് എതിർപ്പ്? കാര്യങ്ങളെ അനുകൂലമായ തോതിൽ സ്വകാര്യ സർവകലാശാലകൾ വരട്ടെ എന്ന നിലപാട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചുകൂടെ? അല്ല, ഇതിൽ രസകരമായിട്ടുള്ളത് ഫിറോസ് ഇവിടെ പറഞ്ഞിട്ടില്ല, വിദ്യാഭ്യാസ മന്ത്രി ഒന്നും അറിയുന്നില്ല എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ വിദ്യാഭ്യാസ മേഖലയിൽ നൽകിയിട്ടുള്ള സംഭാവനകൾ, നഴ്സിംഗ് വിദ്യാർത്ഥിക്ക് MBBSന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോഴും അദ്ദേഹം അറിഞ്ഞില്ല, പാഠപുസ്തകത്തിന്റെ വിഷയം, ഇതിങ്ങനെയൊക്കെ പൊതുവിദ്യാഭ്യാസത്തെ എല്ലാ അർത്ഥത്തിലും തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. ഇവർ മോദിയോട് മത്സരിക്കുകയാണ്. ഇവിടെ സ്വകാര്യ വിദ്യാഭ്യാസത്തിന്റെ പ്രചാരകനായി കച്ചവടക്കാർക്ക് ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ ആകെ തുറന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന മോദിയോട് മത്സരിക്കുകയാണ് കേരളത്തിൽ ഉമ്മൻചാണ്ടി ഭരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രിക്ക് അനങ്ങാനാവുന്നില്ല, അദ്ദേഹം കാര്യങ്ങളൊന്നും അറിയുന്നില്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ച് പോകണം. മുഖ്യമന്ത്രിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെങ്കിൽ, മുഖ്യമന്ത്രിയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെ എല്ലാം ചെയ്യുന്നതെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ മന്ത്രിസഭയിൽ നിന്ന് പോകുകയല്ലേ വേണ്ടത്? അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ ചെയർമാനും മറ്റു ഉദ്യോഗസ്ഥന്മാർ നിരന്തരം പ്രസ്താവനകളൊക്കെ ഇറക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തിനില്ലേ? അത് അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകാൻ പറ്റില്ലല്ലോ. മറ്റൊന്ന്, സ്വകാര്യ സർവകലാശാലകളെ കുറിച്ചാണ്. സ്വകാര്യ സർവകലാശാലകൾ ഉണ്ടാക്കാൻ പോകുന്ന അപകടം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ചില ആളുകൾ മസാച്യുസെറ്റ്സ് യൂണിവേഴ്സിറ്റിയെ കുറിച്ചും കൊളംബിയ യൂണിവേഴ്സിറ്റിയൊക്കെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അതൊക്കെ സ്വകാര്യ യൂണിവേഴ്സിറ്റികളല്ലേ, നമുക്കും അതുപോലെ ആയിക്കൂടെ എന്നൊക്കെയാണ് ചില ആളുകൾ പറയുന്നത്. അവരോട് പറയുന്നത്, MITയിലാണ് നോം ചോംസ്കി പ്രവർത്തിക്കുന്നത്, അവിടെ അക്കാഡമിക് മേഖലക്കകത്ത് ഇടപെടാൻ അവിടെ മൂലധനം ഇറക്കുന്ന ഇൻവെസ്റ്റർക്ക് ഒരുവിധ അധികാരമില്ല. മൂലധനം ഇറക്കുന്ന അല്ലെങ്കിൽ മുതലാളി പണം ഇറക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകാമെന്നുള്ളതിനപ്പുറത്ത് സിലബസ് തീരുമാനിക്കാനും പരീക്ഷ നടത്താനും ഒന്നുള്ള ഒരുവിധ അധികാരവും അവിടെ കൊടുക്കുന്നില്ല. ഇവിടെ ഓട്ടോണമസ് സംവിധാനത്തിൽ എന്താ, എല്ലാ അധികാരങ്ങളും സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുകയാണ്. പരീക്ഷ നടത്താം, സിലബസ് നിശ്ചയിക്കാം. ഇവിടെ ഇത്തരത്തിലുള്ള ആളുകൾ, മതജാതി ശക്തികൾ സിലബസ് നിശ്ചയിച്ചാൽ, സർവകലാശാലകളിൽ നടത്തിപ്പുകാരായാൽ ഈ നാടിന്റെ മതനിരപേക്ഷ പാരമ്പര്യമാണോ തകർന്നടിയാൻ പോകുന്നത്? ഈ നാട്ടിലെ ജനതയുടെ പുരോഗമനപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഇല്ലാതാകാൻ പോകുന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമുക്ക് നമ്മുടെ പൊതുവിദ്യാഭ്യാസമാണ് ഐൻസ്റ്റീൻമാരെയും ലൂയി പാസ്റ്റർമാരെയും രൂപപ്പെടുത്താൻ, അല്ലെങ്കിൽ CV രാമനെയും രാമാനുജനെയും രൂപപ്പെടുത്താൻ കെൽപ്പുള്ളത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിനാണ്. ഇവിടെ അന്ധവിശ്വാസ പ്രചാരകരായിട്ടുള്ള ജനവിരുദ്ധ ശക്തികളുടെ പ്രചാരകരും പ്രയോക്താക്കളുമായിട്ടുള്ള ഒരു വിഭാഗത്തെയാണ് സ്വകാര്യ സർവകലാശാലകൾ സംഭാവന ചെയ്യുക. ഇവിടെ ഞാൻ തിരിച്ചു വരാം. ശിവദാസൻ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ നഹാസ് മാള, അത് SFIക്ക് ആ കാര്യത്തിൽ കർക്കശമായ നിലപാടാണുള്ളത്. അത് കുറച്ച് കടുത്ത നിലപാടാണ് എന്ന് സംശയിക്കേണ്ടതുണ്ടോ? സ്വകാര്യ സർവകലാശാലകൾ ലോകത്തെമ്പാടുമുണ്ട്. രാജ്യത്ത് 1,213 സ്വകാര്യ സർവകലാശാലകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ സംവിധാനങ്ങൾ, അങ്ങനെ ഒരു ഏർപ്പാട് കേരളത്തിൽ ഉണ്ടാകാനേ പാടില്ല, അത് വിദ്യാർത്ഥി വിരുദ്ധമായേ വരൂ എന്ന മുൻധാരണയിൽ അധിഷ്ഠിതമായിട്ടുള്ള നിലപാട് ശരിവെക്കാവുന്നതാണോ? സഫയുടെ ഈ വിഷയത്തിലുള്ള നിലപാടിനോട് പ്രതികരിക്കുക എന്നതിലപ്പുറം സ്വകാര്യമായ മേഖലകളെ ഈ വിദ്യാഭ്യാസ രംഗത്ത് കടന്നു വരുന്നതിനെ എങ്ങനെ നോക്കിക്കാണണമെന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ നിയമനിർമ്മാണം ഓട്ടോണമസ് വിഷയങ്ങളിലടക്കം നേരത്തെ തന്നെ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ് SIO. നമുക്കറിയാം, കേരളത്തിൽ GER ഒരു പ്രശ്നം മുൻനിർത്തിയാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രശ്നം ഉയർത്തപ്പെട്ടത്. വാദത്തിന് വേണ്ടിയാണെങ്കിലും അത് അംഗീകരിച്ചുകൊണ്ട്
കൃത്യമായ സ്റ്റാറ്റ്യൂട്ടറി റെഗുലേഷനോട് കൂടി, കൃത്യമായ നിയമനിർമ്മാണത്തോടു കൂടി ഈ സംഭരണവും സാമൂഹിക നീതിയും എല്ലാം അട്ടിമറിക്കാത്ത രീതിയിലേക്ക് അത് കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് ആലോചനകൾ ഉണ്ടാകേണ്ടതുണ്ട്. എന്നാൽ ഇത്ര തിടുക്കത്തിൽ ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് ഒരു 8 മാസം മാത്രം ഈ ഗവൺമെന്റിന് കാലാവധി തികച്ചാൻ ബാക്കി നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ നേരത്തെ തന്നെ KSHEC നൽകിയ ഒരു റിപ്പോർട്ടിന്മേൽ, അറബിക് സർവകലാശാലയുടെ ഒരു റിപ്പോർട്ട് നിലനിൽക്കെ ആ ഒരു പശ്ചാത്തലത്തിൽ നേരത്തെ തന്നെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പാലോളി കമ്മീഷൻ നൽകിയ പ്രായോഗിക നിർദ്ദേശം എന്നത് ഒരു യൂണിവേഴ്സിറ്റി എത്രയോ മാസങ്ങൾക്ക് മുമ്പ് നൽകിയ റിപ്പോർട്ടാണ്. അത് നടപ്പാക്കാതെ ഇപ്പോൾ ഏതോ ഒരു നിർദ്ദേശം CMന്റെ മുമ്പിൽ വരികയും CM അതിന്മേൽ ഒരു നോട്ടുണ്ടാക്കണമെന്ന് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലുമായി ചർച്ച ചെയ്യുകയും ചെയ്തു. ആ ഒരു വിഷയം ദുറബ് അറിയാതെ പോകുന്നു, ബഹുമാന്യനായ ദുറബ് അറിയാതെ പോകുന്നു എന്നുള്ളത് കേവലം യാദൃച്ഛികതയായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല എന്ന് മാത്രമല്ല, ക്രിസ്ത്യൻ ലോബിയുടെ കൃത്യമായ ഒരു കളിയോ അതല്ലെങ്കിൽ അത് മറ്റ് താല്പര്യങ്ങളോ അതിന് പിന്നിലുണ്ട് എന്ന് ന്യായമായും സംശയിക്കേണ്ടി വരുന്നു. വളരെ വളരെ നന്ദി നഹാസ് മാള ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡോക്ടർ ഫസൽ ഗഫൂർ, താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥരെ പോലും നിയന്ത്രിച്ച് വിദ്യാഭ്യാസ രംഗം മര്യാദക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സംവിധാനമാണ് നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലുള്ളത്. അവിടേക്കാണ് ഈ വലിയ കുത്തകൾക്ക് വന്ന് പെടാവുന്ന ഈ സ്വകാര്യ സർവകലാശാല വരുന്നത്. ഈ SFI അടക്കമുള്ളവർ ഉന്നയിക്കുന്ന ആശങ്കകൾക്ക് അടിസ്ഥാനമുള്ളതാണോ? PK ഫിറോസ് പ്രകടിപ്പിക്കുന്ന ശുഭാപ്തി വിശ്വാസം ഇക്കാര്യത്തിൽ അങ്ങനെ തന്നെ ഏറ്റെടുക്കാൻ കഴിയുമോ? വ്യക്തിപരമായിട്ട് ഞാൻ ശിവദാസൻ്റെ കൂടെയാണ് ഇക്കാര്യത്തിൽ. കാരണം നമുക്ക് അനുഭവങ്ങളുണ്ടല്ലോ, സ്വയാശ്രയ മേഖലയിൽ നമുക്ക് അനുഭവമുണ്ട്. ഇനി ഏറ്റവും വലിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇതേ തൃശ്ശൂർ അതിരൂപത വർഷങ്ങളോളമായിട്ട് സർക്കാരിനെ വെല്ലുവിളിച്ചില്ലേ ന്യൂനപക്ഷാവകാശത്തിൻ്റെ പേരിൽ? അപ്പം ഇവർ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ന്യൂനപക്ഷാവകാശം വരും, ഞങ്ങളുണ്ടാവും ഇതല്ലേ. ന്യൂനപക്ഷാവകാശം വെച്ചുകൊണ്ട് ഉടനെ പറയും 100 സീറ്റ് എടുക്കാമെന്ന്. അപ്പോൾ എവിടെ എഴുതി വെച്ചതിന് യാതൊരു വിലയില്ല. എന്താ കാരണം? ഒരു തരം മാനദണ്ഡങ്ങൾക്കും. കാരണം ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 75% സ്ഥാപനങ്ങൾ നടത്തുന്നത് ന്യൂനപക്ഷങ്ങളാണ്. ന്യൂനപക്ഷാവകാശം എന്നുള്ള ഇത് ഉള്ളിടത്തോളം കാലം സർവകലാശാല നമ്മുടെ പഴയ ഇത് പശ്ചാത്തലത്തിൽ തന്നെ നോക്കുമ്പോൾ സർവകലാശാലകളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്യുമ്പോൾ ആ അന്നത്തെ തന്നെ നിയമകുരുക്കിൽ ഇപ്പോഴും സുപ്രീം കോടതി കിടക്കുകയാണ്. സ്വയാശ്രയുടെ MA ബേബി കൊണ്ടുവന്നിട്ടുള്ള ബില്ലിനെതിരായിട്ടുള്ള ഇതിന് ഇതുവരെ തീരുമാനമായത് സുപ്രീം കോടതി കിടക്കുകയാണ്. അപ്പോൾ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഇപ്പോൾ കേരളത്തിലെ കച്ചവടക്കാർ മാത്രമേ ഉള്ളൂ വിദ്യാഭ്യാസ രംഗത്ത്. ഇവിടെ സ്വയാശ്രയിൽ ഇപ്പോൾ ഇതെന്താ ചെയ്യണത്? ആഗോളവൽക്കരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ കൊണ്ടുവരുമെന്നാണ് അവർ പറയുന്നത്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ വരെ കേരളത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് വലിയൊരു വാദം. കാരണം അവർക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള കോഴ്സുകൾ സെറ്റപ്പ് ചെയ്യുക, ഇഷ്ടമുള്ള ഫീസ് ഇതാക്കുക എന്നുള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറേ പ്രശ്നങ്ങളുണ്ട്. ഒന്ന് സാമൂഹ്യനീതി, ഫീസിനെ പറ്റിയിട്ട്. രണ്ടാമത് സംവരണം. മൂന്നാമതൊക്കെ ന്യൂനപക്ഷം പദവി. ഇതെല്ലാം നിൽക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സുരേഷ് ബാബു പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. അതായത് ഒരു ഇലക്ഷൻ ഇയർ വരുമ്പോൾ UDF ആയാലും LDF ആയാലും വേണ്ടില്ല ഇത്തരത്തിലുള്ള കസർത്തുകൾക്ക് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. അല്ല, അത്തരം ഒരു കസർത്തിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ശരിയില്ലായ്മയില്ലേ? വിദ്യാഭ്യാസ മന്ത്രി അറിയാതെ ഉന്നത വിദ്യാഭ്യാസം അദ്ദേഹത്തിന് കീഴിലുള്ള സമിതിയെ കൊണ്ട് റിപ്പോർട്ട് വാങ്ങിപ്പിക്കുക, ഞങ്ങൾക്ക് അനുകൂലമാണ് നിലപാടെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുക, അത് അവരെ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെയും പാർട്ടിയെയും അപമാനിക്കുന്നതിന് തുല്യമല്ലേ? തീർച്ചയായിട്ടും അപമാനിക്കുകയില്ല, കൊച്ചാക്കി എന്ന് പറയാം. നമുക്ക് ഞാൻ അപമാനിച്ചു എന്നുള്ളൊരു ശക്തമായ വാക്ക് ഉപയോഗിക്കുന്നില്ല. കൊച്ചാക്കാൻ അത് വിദ്യാഭ്യാസ മന്ത്രിയുടെ മുഖത്ത് നോക്കിയാൽ അറിയാലോ, അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻസ് നമുക്കറിയാലോ. അദ്ദേഹം ഇത് അറിഞ്ഞിട്ടില്ലല്ലോ, ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ ഫിറോസിന് പറയാൻ പറ്റില്ല. അദ്ദേഹം അറിഞ്ഞെന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ല. അതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ സെക്രട്ടറിയായി അൻവർ മുസ്ലിം ലീഗിൻ്റെ നോമിനിയാണ്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നോമിനി തന്നെ മുസ്ലിം ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ചെയർമാനെ അറിയിച്ചിട്ടില്ല. റബ്ബാണുള്ള ചെയർമാൻ. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. എന്താ ശ്രീ ശിവദാസൻ, ഈ തൃശ്ശൂർ അതിരൂപതയുടെ ഒരു അപേക്ഷയിന്മേലാണ് ഈ കാണായ ചർച്ചകളെല്ലാം നടക്കുന്നത്. നിയമസഭയ്ക്കകത്ത് ആദ്യം അത് നിഷേധിച്ചെങ്കിലും ഇപ്പോൾ ഇവിടം വരെ എത്തി നിൽക്കുന്നത്. ഞങ്ങൾ എതിർപ്പില്ല എന്ന് മുഖ്യമന്ത്രി നേരിട്ട് പരസ്യമായി പറയുന്നതിലടക്കം എത്തിയത് തൃശ്ശൂർ അതിരൂപതയുടെ ഒരു കത്താണ്, ഒരു അപേക്ഷയാണ്. ഞങ്ങൾക്ക് മദർ തെരേസയുടെ പേരിൽ ഒരു സ്വകാര്യ സർവകലാശാല തുടങ്ങാൻ അനുമതി നൽകണം എന്നാവശ്യപ്പെട്ടത്. ഇതിന് പിന്നിൽ ഈ രാഷ്ട്രീയമായിട്ടുള്ള കളികൾ, സാമുദായികത തിരിഞ്ഞുള്ള വാദപ്രതിവാദങ്ങൾ, ഇത്തരം ആവശ്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾക്കകത്ത് വിദ്യാഭ്യാസം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി പിന്നിലായി പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ടോ ഈ ഘട്ടത്തിൽ? ഇതിനകത്ത് മദർ തെരേസയുടെ പേര് സ്വകാര്യ സർവകലാശാല തുടങ്ങുന്നതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, അറബിശാലക്ക് ഗാന്ധിയുടെ പേരിടുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ സകല കൊള്ളക്കും ഇതുപോലുള്ള മഹാന്മാരുടെ പേര് ഉപയോഗിക്കുന്നത് ഏറെ വേദനാകരമാണ്. സ്വകാര്യ സർവകലാശാലകൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന്
കേരളത്തിൽ ഈ അപേക്ഷ നൽകിയിട്ടുള്ള ആളുകളൊക്കെ നടത്തുന്ന കോളേജുകളും അതിൻ്റെ സ്വഭാവം പറയുന്ന ആളുകൾക്ക് നല്ല ധാരണയുണ്ട്. ഇവിടെ ഞങ്ങൾ ചോദിക്കുന്ന ഒറ്റ ചോദ്യം ഇതേ ഉള്ളൂ. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക്, കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ GER വർദ്ധിപ്പിക്കുന്നതിന് സ്വകാര്യ സർവകലാശാലകളാണ് പോംവഴി എന്ന് പറയുന്നവരോടുള്ള സംശയം, 40 സ്വകാര്യ സർവകലാശാലകളിലെ രാജസ്ഥാൻ എന്തുകൊണ്ടാണ് GERൽ പുറകിൽ നിൽക്കുന്നത്? ഒരൊറ്റ സ്വകാര്യ സർവകലാശാല പോലും ഇല്ലാത്ത കേരളം എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്? ഈ ചോദ്യത്തിനാണ് അവർ ഉത്തരം നൽകേണ്ടത്. ഞങ്ങൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നത്, സ്വകാര്യ സർവകലാശാലകൾ എന്ന് പറയുന്നതുകൊണ്ട് ഇവരുദ്ദേശിക്കുന്നത് സ്വകാര്യ മുതലാളിമാർക്ക് വിദ്യാഭ്യാസ കച്ചവടം നടത്താനുള്ള സ്ഥാപനങ്ങൾ എന്നുള്ളതാണ്. വ്യാജ സർട്ടിഫിക്കറ്റുകൾ എന്നുള്ളതുപോലെ വ്യാജ സർവകലാശാലകളും വന്നുകൊള്ളട്ടെ എന്നാണ് ഇവർ മനസ്സിൽ കണക്കുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് അത്യന്തം അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ നയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപകടകരമായ സ്ഥിതിവിശേഷത്തിലേക്ക് നയിക്കും. ശ്രീ PM സുരേഷ് ബാബു, നിങ്ങൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളോട്, ക്രിസ്ത്യൻ ലോബിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങുകയാണ്. ഇന്നിപ്പോൾ VD സതീശൻ തുറന്നു പറഞ്ഞിരിക്കുന്നു, അറബിക് സർവകലാശാല കൊടുക്കാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ അറബിക് സർവകലാശാല ഉണ്ടായാൽ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ എന്നാൽ പോലും നിലവിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തെ അത് വഷളാക്കും എന്ന് അദ്ദേഹം കണ്ടുപിടുത്തം നടത്തി പറഞ്ഞിരിക്കുന്നു. അതവിടെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെയാണ് ന്യൂനപക്ഷത്ത് നിന്നൊരു പേപ്പർ കിട്ടിയപ്പോൾ അതിന്മേൽ ഉന്നത സമിതിയെ വെച്ച് റിപ്പോർട്ട് വാങ്ങിച്ച് അനുകൂലമാണ് ഞങ്ങളെന്ന് മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയെ ബൈപ്പാസ് ചെയ്ത് പ്രഖ്യാപിക്കുന്നത്. നിങ്ങൾ ഈ ക്രിസ്ത്യൻ ലോബിക്ക് വഴങ്ങുകയാണോ, മുസ്ലിം വിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയാണോ? ഞാൻ ഈ പരാമർശത്തിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. കാരണം ഈ ചർച്ച ഒരു ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു ഒരു സംഘർഷത്തിൻ്റെയോ അതിൻ്റെ പ്രതലത്തിലേക്കോ കൊണ്ടുപോകാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ നാടിൻ്റെ സോഷ്യൽ ഫാബ്രിക്സിനകത്ത് നമുക്ക് ഉണ്ടാകേണ്ടുന്ന സാമൂഹ്യ മാറ്റത്തെ ഏതെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ കെട്ടിവെക്കുന്നതിനേക്കാൾ ഉപരി ഇവിടെ നടക്കാനിരിക്കുന്ന നാളത്തെ സമൂഹത്തിൽ, വിദ്യാഭ്യാസ സമൂഹത്തിൽ സ്വകാര്യ സർവകലാശാലകൾ അനിവാര്യമാണ് എന്ന വ്യക്തിപരമായ അഭിപ്രായമില്ലാത്ത ഒരാളാണ് ഞാൻ. അത് അങ്ങനെ ഒരു വ്യക്തിപരമായ അഭിപ്രായമൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ സ്വകാര്യ സർവകലാശാലയ്ക്ക് എതിര് എന്നുള്ളതിലേക്കൊന്നും പോകേണ്ടുന്ന കാര്യമില്ല. ഒരു നിവേദനം കിട്ടി, ആ നിവേദനത്തിനകത്ത് മുഖ്യമന്ത്രി അഭിപ്രായം ചോദിച്ചു. മുഖ്യമന്ത്രി ആ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ അടുത്ത് നിന്ന് റിപ്പോർട്ട് വാങ്ങി. ആ റിപ്പോർട്ട് വാങ്ങിയതിനെക്കുറിച്ച് പത്രക്കാർ ചോദിച്ചപ്പോൾ ഞാനതിനെതിരൊന്നുമല്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. പക്ഷേ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ വീണ്ടും ആഗ്രഹിക്കുന്നത്, ഉന്നത നിലവാരത്തിലുള്ള ചർച്ചകൾ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, വിദ്യാഭ്യാസ വിചക്ഷണരടക്കമുള്ള സാമൂഹ്യ നേതൃത്വത്തിലുള്ള ആളുകളടക്കമുള്ള ആളുകളുടെ ചർച്ചകൾ എല്ലാ രാഷ്ട്രീയ കക്ഷിക്കും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ചർച്ചകൾ നടത്തി ഒരുപാട് കാലഘട്ടത്തിൻ്റെ ചർച്ചകൾ വേണം. വളരെ വ്യത്യാസത്തോടു കൂടിയുള്ള, ഇന്നലെ വരെ നടന്നതിനേക്കാൾ കൂടുതൽ വളരെ വ്യത്യാസത്തോടു കൂടിയുള്ള ഒരു നയ സമീപനത്തിലേക്കാണ് സ്വകാര്യ സർവകലാശാലയുടെ സ്ഥാപനത്തോടു കൂടി പോവുക. അങ്ങനെ വരുമ്പോൾ സമൂഹത്തെ മുഴുവൻ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമേ അതിന് ഈ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ ഒരു സ്വീകാര്യത ഉണ്ടാവുകയുള്ളൂ. ആ സ്വീകാര്യതക്ക് ഉള്ള കാലഘട്ടത്തിന് ശേഷം മാത്രം ഇതിൻ്റെ വരവിനെ ആലോചിച്ചാൽ മാത്രം മതി. ഇപ്പോൾ UDFനകത്ത് ഒരു പ്രശ്നവുമില്ല. മുസ്ലിം ലീഗിനെ ബൈപ്പാസ് ചെയ്യുകയോ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിയെ, വിദ്യാഭ്യാസ മന്ത്രിയെ ബൈപ്പാസ് ചെയ്യുകയോ എന്നൊന്നും മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമെന്ന് ആരും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അതിൽ നിരാശരാകുകയും. വരുമോ സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ? വരില്ല. എന്താ കാര്യം എന്നറിയാം, ഇപ്പോൾ മുസ്ലിം ലീഗ് ഒരു നിലപാട് ഏകദേശം എടുത്ത മട്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടോടത്തോളം. ഇനി മുസ്ലിം ലീഗ് ഒരു നിലപാട് മാറ്റിയെടുത്താൽ മാത്രമേ ഇത് വരുള്ളൂ. വരികയാണെങ്കിൽ ഞങ്ങൾക്കൊന്ന് വേണം. അല്ല, അതെ ഞാൻ പറഞ്ഞല്ലോ, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആദ്യം തന്നെ പറഞ്ഞല്ലോ. എന്തല്ലേ ലീഗ് ഇപ്പോൾ പറയണത് വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് ആദ്യം കൊണ്ടൊരു ആപ്ലിക്കേഷൻ ഞങ്ങൾ കൊടുക്കും. എന്തല്ലേ അതിൽ പ്രശ്നമില്ല. പക്ഷേ ബേസിക്കലി എന്നോട് അഭിപ്രായം ചോദിക്കണേ, ഞാൻ ബാബുവിനോട് യോജിപ്പിലാണ്. വ്യക്തിപരമായിട്ട് ഇനി മതി. ഇതിലെ കേരളത്തിലെ പ്രൈവറ്റൈസേഷൻ ഇത്ര മതി. ഓൾറെഡി ആയിക്കഴിഞ്ഞല്ലോ. 30-ഓളം ഓട്ടോണമസ് കോളേജുകളുടെ ലിസ്റ്റ് എടുക്കേണ്ട ഇനി ബാക്കി 100 കണക്കിന് സ്വയാശ്രയ കോളേജ് സ്ഥാപനങ്ങളുണ്ട്. ഈ സ്വകാര്യ സർവകലാശാലകൾ വരികയാണെങ്കിൽ നിലവിൽ തന്നെ ഈ കോഴിക്കോട് സർവകലാശാല അടക്കമുള്ള നമ്മുടെ പൊതു സർവകലാശാലയെ പറ്റി ഭയങ്കര വലിയ മോശമായ അഭിപ്രായമാണുള്ളത്. അവയുടെ മേലുള്ള ശ്രദ്ധ വീണ്ടും കുറയുകയും പൊതുവിദ്യാഭ്യാസ തകരുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും. 100%. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് തന്നെയാണ് ശിവദാസും PK ഫിറോസും പറയുന്നത്. അതായത് നമ്മുടെ ഗവൺമെൻറ് എയ്ഡഡ് സിസ്റ്റത്തെ ശക്തിപ്പെടുത്താനുള്ള കാര്യങ്ങൾ നോക്കണം. അവിടെ നിന്ന് വെറുതെ പിൻവാങ്ങിയിട്ട് യാതൊരു കാര്യമില്ല. എന്നിട്ട് ഇത് പിൻവാങ്ങിയിട്ട് കൊണ്ടുപോയിട്ട് പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് കൊണ്ടുപോയി അസീം പ്രേംജിനെ ഏൽപ്പിക്കാം, അല്ലെങ്കിൽ മറ്റേ ന്യൂയോർക്കിൽ ആർക്കും ഏൽപ്പിക്കുക എന്നുള്ള ആ സംവിധാനം ശരിയല്ല. വി ഷുഡ് യൂസ് അവർ റിസോഴ്സസ് ആൻഡ് ട്രൈ ടു കം അപ്പ്.
ശ്രീ പി കെ ഫിറോസ്, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. താങ്കൾ കൂടെ കേട്ടതാണല്ലോ SIO പ്രസിഡന്റിന്റെ ആ വാദം. അതായത് ക്രിസ്ത്യൻ ലോബിക്ക് വഴങ്ങുകയാണ്. അറബിക് സർവകലാശാല ചർച്ചയായിരുന്ന കാലത്ത് തന്നെ ഇങ്ങനെയൊരു ചർച്ച ഉയർന്നു വന്നതിൽ സംശയിക്കാനുള്ള ചിലതുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ന്യൂനപക്ഷ വിരുദ്ധമായ, ഒന്നുകൂടെ കൃത്യമായി പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കൂടെയാണ് സ്വകാര്യ സർവകലാശാല, അതിന്മേൽ മുസ്ലിം ലീഗിനെ വിലവെക്കാത്ത മുഖ്യമന്ത്രിയുടെ നിലപാട്, ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്ന് സംശയിക്കേണ്ടതുണ്ടോ? എന്താണ് താങ്കളുടെയും പാർട്ടിയുടെയും അഭിപ്രായം? അങ്ങനെയല്ല, ഇതൊരു മതത്തിന്റെ ലോബിയിങ് ആണെന്ന് ലീഗ് വിശ്വസിക്കുന്നില്ല. മാത്രമല്ല അറബിക് സർവകലാശാലയും പ്രൈവറ്റ് സർവകലാശാലയും കൂട്ടിക്കുഴക്കാനും ലീഗ് ഉദ്ദേശിക്കുന്നില്ല. ലീഗിനിതൊരു മെറിറ്റിലുള്ള ചർച്ചയാണ്. ഇപ്പോൾ ശിവദാസൻ ഇവിടെ സ്വകാര്യ കോളേജുകളെ തന്നെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് സ്വകാര്യ സംവിധാനങ്ങളെ തന്നെ പാടില്ല എന്നുള്ളൊരു നിലപാട് ശിവദാസൻ. അതേ ശിവദാസൻ ഇപ്പോൾ മദർ തെരേസയുടെ പേരിടുന്നതിനെ കുറിച്ച് ചർച്ച നടത്തിയില്ലേ? ഞാൻ ചോദിക്കട്ടെ, ശിവദാസന്റെ പാർട്ടിയുടെ സമുന്നതനായ നേതാവ് M ദാസന്റെ പേരിൽ സ്വകാര്യ കോളേജ് തുടങ്ങിയില്ലേ? സ്വകാര്യ കോളേജ് തുടങ്ങരുതെന്ന് പറഞ്ഞ് കൂത്തുപറമ്പിൽ 5 യുവാക്കൾ വെടിവെപ്പിൽ കൊല്ലപ്പെട്ട സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇവരുടെ നിലപാട് അങ്ങനെയാണ്. M ദാസന്റെ പേരിൽ ഇവർ കോളേജ് തുടങ്ങി. മാത്രമല്ല കണ്ണൂരിൽ ഇവർ സമീപകാലത്ത് ഏറ്റവും വലിയ തർക്കമുണ്ടായത് CPMന്റെ ഒരു സഹകരണ കോളേജിലെ പ്രിൻസിപ്പൽ CPMന്റെ അനഭിമതനായ ഒരാളെ വെച്ചു എന്നത് സംബന്ധിച്ച് അയാളെ പുറത്താക്കണം എന്നുള്ളതായിരുന്നു വലിയ ചർച്ച. അപ്പോൾ ഇവരുടെ നിലപാട് അത്തരം ഇരട്ടത്താപ്പാണ്. എന്നാൽ മുസ്ലിം ഒരു നിമിഷം ശ്രീ ഫിറോസ്, താങ്കൾ അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് സമയം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് നേരെ ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിൽ താങ്കൾക്ക് കൂടെ സമയം ഉണ്ട്. തിരിച്ച് വളരെ പെട്ടെന്ന് ഫിറോസിലേക്ക് വരേണ്ടതുണ്ട്. താങ്കൾക്ക് പറയാം. ശ്രീ ശിവദാസൻ. ഫിറോസ് പറയുന്ന വിവരക്കേടാണെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്ത്യ റിപ്പബ്ലിക്കിലെ നിയമം അനുസരിച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യയിൽ ആർക്കും ജീവിക്കാൻ പറ്റൂ, പ്രവർത്തിക്കാൻ പറ്റൂ. അപ്പോൾ ആ നിലവിലുള്ള നിയമ സംവിധാനത്തിൽ നിന്ന് കോളേജുകൾ ഉണ്ടാക്കുന്ന, മുൻകൈ എടുക്കുന്ന സൊസൈറ്റികൾ ഉണ്ടാകും, മറ്റുമൊക്കെ ഉണ്ടാവാം. പക്ഷേ ആ നിയമത്തോട്, അങ്ങനെ ഒരു സംവിധാനത്തോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതാണ് വിഷയം. ഇവിടെ സ്വകാര്യ സർവകലാശാലകൾ വന്നു കഴിഞ്ഞാൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഇപ്പോൾ അമിതി യൂണിവേഴ്സിറ്റി ഇവിടെയുണ്ട്. അവിടെ പോയിട്ട് പല ആളുകളും പഠിക്കും. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിനെതിരായി സംസാരിച്ചില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ കുടുംബങ്ങളിലെ കുട്ടികൾ എങ്ങനെയാണ് അമേത്തി യൂണിവേഴ്സിറ്റിയിൽ പോകുന്നത്? നിങ്ങളുടെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടന എങ്ങനെയാണ് അവിടെ യൂണിറ്റ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ ശുദ്ധ അസംബന്ധമാണത്. അതുകൊണ്ട് നിലവിലുള്ള ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്കകത്തുള്ള നിയമങ്ങൾക്ക് അകത്തു നിന്നുകൊണ്ടാണ്, നിയമസംഹിതയെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മളെല്ലാം ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അതുകൊണ്ട് ഇങ്ങനെയൊരു നിയമം ഉണ്ടാവരുത്, ഇങ്ങനെ സ്വകാര്യ സർവകലാശാലകൾ ഉണ്ടാവരുത് എന്ന അഭിപ്രായമാണ് വ്യക്തമാണ് താങ്കളുടെ നിലപാട്. ശ്രീ പി കെ ഫിറോസ്, അവസാനിപ്പിക്കണം ചർച്ച. കൂടുതൽ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തിന് ഒരു തവണ കൂടെ സമയം കൊടുക്കാൻ അനുവദിക്കരുത്. ശരി, ആയിക്കോട്ടെ. ശിവദാസന്റെ മറുപടി ജനങ്ങൾ തീരുമാനിക്കട്ടെ തൃപ്തികരമാണോ അല്ലേ എന്നുള്ളത്. അതുകൊണ്ട് കൂടുതൽ ആക്ഷേപം ഞാൻ ഉന്നയിക്കുന്നില്ല. ഏതായാലും ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കാം. ഞങ്ങളുടെ നിലപാട് ഞാൻ ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞു. ഞങ്ങൾക്കിതൊരു മെറിറ്റ് അടിസ്ഥാനത്തിൽ ഇത് സംബന്ധിച്ചൊരു നിലപാടുണ്ട്. ആ നിലപാട് വളരെ വ്യക്തമാണ്. നിലവിൽ കുറേ ആശങ്കകൾ ഉയർന്നു കഴിഞ്ഞു. സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് കുറേ ആശങ്കകൾ ഉയർന്നു കഴിഞ്ഞു. ആ ആശങ്കകളൊന്നും പരിഹരിക്കാതെ ഈ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിലെ ഒരു റിപ്പോർട്ട് മാത്രം മുൻനിർത്തി ഒരു തീരുമാനം UDF പോലെയുള്ള ഒരു ഗവൺമെന്റിന് എടുക്കാൻ കഴിയില്ല. അത് മുസ്ലിം ലീഗ് നിലപാട് വളരെ വ്യക്തമാണ്. വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞോ അറിഞ്ഞില്ലേ എന്നൊക്കെ ഉള്ളത് UDFനകത്തുള്ളൊരു ആഭ്യന്തര പ്രശ്നം മാത്രമാണ്. അത് പരിഹരിച്ചുകൊണ്ട് തന്നെ UDF മുമ്പോട്ട് പോകും. അത് ബഹുമാനപ്പെട്ട PM സുരേഷ് ബാബു പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ്. പക്ഷേ ഇതിനകം ഉയർന്നു വന്ന വളരെ ഗൗരവമായ ആശങ്കകളുണ്ട്. ആ ആശങ്കകളൊന്നും ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ അഡ്രസ് ചെയ്തിട്ടില്ല. UDF ഗവൺമെന്റ് അത് അഡ്രസ് ചെയ്യണം, അത് ചർച്ച ചെയ്യപ്പെടണം, അത് പരിഹരിക്കണം. അത് പരിഹരിച്ചാൽ മാത്രമേ സ്വകാര്യ സർവകലാശാലകൾ ഇവിടെ യാഥാർത്ഥ്യമാവുകയുള്ളൂ. മുസ്ലിം ലീഗ് അതിന്റെ കൂടെ നിൽക്കുകയുള്ളൂ. വളരെ വളരെ നന്ദി ശ്രീ പി കെ ഫിറോസ്, അഡ്വക്കേറ്റ് ഡോക്ടർ ഫസൽ ഗഫൂർ, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ശ്രീ V ശിവദാസൻ, ശ്രീ നഹാസ് മാള ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. സ്വകാര്യ സർവകലാശാലകൾ വലിയ മാറ്റമാണ് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ വളരെ കൂലങ്കഷമായ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ വരും ദിവസങ്ങൾ അതുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ നന്ദി അതിഥികൾക്ക്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.